ദൈവാത്മാവിന്റെ പ്രവർത്തനങ്ങളിലൂടെ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മ നിവേശത്താൽ ദുർബലരായ മനുഷ്യർ സിംഹത്തെ കൊല്ലുന്നതും രാജ്യങ്ങൾ കൈയടക്കുന്നതും ദുഷ്ടാരൂപികളെ പുറത്താക്കുന്നതുമെല്ലാം നിഷേധിക്കാനാവാത്ത വിശുദ്ധ ഗ്രന്ഥ സാക്ഷ്യങ്ങളാണ്. തന്റെ ദാസന്മാരായ പ്രവാചകന്മാരെ ദൈവം തന്റെ ജനത്തിന് സന്ദേശങ്ങൾ നൽകാനായി തുടർന്നും നിയോഗിച്ചുകൊണ്ടിരുന്നു. ലോകാവസാനം വരെ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ പ്രവാചകന്മാർ ആത്മാവിനാൽ പൂരിതരായി പ്രവചിച്ചു. പ്രത്യേക ദൗത്യങ്ങൾക്കായി ദൈവാത്മാവ് അഭിഷേകം ചെയ്തിട്ടുള്ള ദൈവദാസന്മാരെ പറ്റിയുള്ള പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ എന്ന പ്രോഗ്രാമിന്റെ 2ാം എപ്പിസോഡിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. എടുത്തു പറയത്തക്ക അത്ഭുത പ്രവൃത്തികളോ വീരസംഭവങ്ങളോ ചെയ്തിട്ടില്ലെങ്കിലും ഇസ്രായേലിന്റെ ചരിത്രത്തിൽ രാജാക്കന്മാരുടെയും പ്രവാചകന്മാരുടെയും ഒപ്പം സ്ഥാനം പിടിച്ച ആളായിരുന്നു ബസാലൽ. ദൈവത്തിന് വസിക്കാനായി കൂടാരം നിർമ്മിക്കാൻ ദൈവാത്മാവിനാൽ പ്രത്യേകം അഭിഷിക്തനായവൻ. പരിശുദ്ധരിൽ പരിശുദ്ധനായവൻ തന്റെ ജനത്തിന്റെ ഇടയിൽ വസിക്കുന്നതിനായി തനിക്ക് ഒരു കൂടാരവും അതിൽ ഒരു സാക്ഷ്യപേടകവും നിർമ്മിക്കാൻ മോശയോട് കൽപ്പിച്ചു. കർത്താവ് മോശയോട് പറഞ്ഞു, യൂദാ ഗോത്രത്തിൽപ്പെട്ട ഹൂറിന്റെ പുത്രനായ ഊറിയുടെ മകൻ ബസാലേലിനെ ഞാൻ പ്രത്യേകം തിരഞ്ഞെടുത്തിരിക്കുന്നു. ഞാൻ അവനിൽ ദൈവിക ചൈതന്യം നിറച്ചിരിക്കുന്നു. സാമർഥ്യവും ബുദ്ധിശക്തിയും വിജ്ഞാനവും എല്ലാത്തരം ശില്പവേലകളിലുമുള്ള വൈദഗ്ധ്യവും അവന് ഞാൻ നൽകിയിരിക്കുന്നു. ലേവി ഗോത്രത്തിൽപ്പെട്ടവർക്ക് മാത്രം പ്രവേശിക്കാൻ അനുവാദമുള്ള വിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് ഏതു ജോലിയും ചെയ്യാൻ പോന്ന അറിവും സാമർഥ്യവും നൽകി ദൈവാത്മാവ് ബസാലേലിനെ അനുഗ്രഹിച്ചു. ദൈവം മോശയ്ക്ക് നിർമ്മാണത്തെ സംബന്ധിച്ച് നൽകിയ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ബസാലേൽ നിർമ്മാണം പൂർത്തിയാക്കി. കർത്താവ് കൽപ്പിച്ച പ്രകാരം സാക്ഷ്യപേടകം, തിരുസാന്നിധ്യ അപ്പത്തിന്റെ മേശ, വിളക്കുകാൽ, ധൂപപീഠം, ദഹന ബലിപീഠം, കൂടാര അങ്കണം, വിശുദ്ധ കൂടാരം എന്നിവ നിർമ്മിക്കാൻ ബസാലേലിനെ ദൈവാത്മാവ് നയിച്ചു. ദൈവാത്മാവിന്റെ നിർദ്ദേശപ്രകാരം നിർമ്മിക്കപ്പെട്ട വിശുദ്ധ സ്ഥലത്ത് ദൈവസാന്നിധ്യം നിറഞ്ഞു നിന്നു. ഒരു ദൈവിക ദർശനത്താൽ ഇസ്രായേലിനെ ദൈവസ്വരം അറിയിക്കാൻ നിയുക്തനായിരുന്ന പ്രവാചകനായിരുന്നു എസെക്കിയേൽ. ദൈവാത്മാവിന്റെ പ്രവർത്തനങ്ങളുടെ പ്രതിഫലനമായിരുന്നു എസെക്കിയേലിലൂടെ നൽകപ്പെട്ട പ്രവചനങ്ങളും താക്കീതുകളും. ഇസ്രായേലിന്റെ അകൃത്യങ്ങളെയും അവിശ്വസ്തതയും തുറന്നു കാട്ടുവാനും അവയുടെ പ്രത്യാഘാതങ്ങളെപ്പറ്റി ഇസ്രായേലിന് താക്കീത് നൽകാനുമായി ദൈവം BC 6-ാം നൂറ്റാണ്ടിൽ ശക്തമായി ഉപയോഗിച്ച പ്രവാചകനായിരുന്നു എസെക്കിയേൽ. ജെറുസലേം പൂർണ്ണമായി നശിപ്പിക്കപ്പെടുമെന്നും കർത്താവിന്റെ മഹത്വം നഗരം വിട്ടുപോകുമെന്നും എന്നാൽ ഇസ്രായേലിനെ ഞെരുക്കിയ ജനതകൾ ശിക്ഷിക്കപ്പെടുമെന്നും ദൈവാത്മാവിന്റെ പ്രചോദനത്താൽ എസെക്കിയേൽ പ്രവചിച്ചത് ചരിത്രത്തിൽ പൂർത്തീകരിക്കപ്പെട്ടു. ഒരിക്കൽ അസ്ഥികൾ നിറഞ്ഞ ഒരു താഴ്വരയിൽ ആത്മാവിനാൽ നയിക്കപ്പെട്ട എസെക്കിയേൽ ദൈവാത്മാവിലൂടെ കൈവരുന്ന പുതുജീവന്റെ അനുഭവത്തിന് നേരിട്ട് സാക്ഷ്യം വഹിച്ചു. ഉണങ്ങി വരേണ്ട അസ്ഥികളോട് ദൈവാത്മാവിൽ നിറഞ്ഞ് എസെക്കിയേൽ പ്രവചിച്ചു. വേർപെട്ടുപോയ അസ്ഥികൾ ഒന്നിക്കുകയും അവയിൽ പ്രാണൻ നിവേശിപ്പിക്കപ്പെടുകയും അവയ്ക്ക് ജീവൻ വെക്കുകയും ചെയ്തു. വളരെ വലിയ ഒരു സൈന്യം പോലെ അവർ എഴുന്നേറ്റ് നിന്നു. കർത്താവ് എസെക്കിയേലിലൂടെ അരുളി ചെയ്തു, എന്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും, നിങ്ങൾ ജീവിക്കും. ശരീരത്തിന്റെയും ആത്മാവിന്റെയും നിർജീവ അവസ്ഥകളിൽ ജീവൻ പകരുന്ന ദൈവാത്മാവിന്റെ ചിത്രമാണ് എസെക്കിയേലിന്റെ അസ്ഥികളുടെ താഴ്വരയിലെ ഈ അനുഭവം. ബാബിലോൺ പ്രവാസകാലത്തും തന്റെ ജനത്തെയും ഇസ്രായേലിന്റെ ദൈവത്തെയും വിസ്മരിക്കാതിരുന്ന ദാനിയേലിൽ വെളിപ്പെട്ട ദൈവാത്മാവിന്റെ പ്രവർത്തനങ്ങൾ മനുഷ്യദൃഷ്ടിയിൽ തികച്ചും വിസ്മയാവഹങ്ങളായിരുന്നു. അവനിൽ കുടികൊണ്ടിരുന്ന ദൈവാത്മാവിനെ വിജാതീയ രാജാക്കന്മാർ പോലും അംഗീകരിക്കാൻ ദൈവമിടയാക്കി.
ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ ജെറുസലേമിനെ കീഴടക്കുകയും അവിടെ നിന്ന് സമർത്ഥനും വിജ്ഞാനിയുമായിരുന്ന ദാനിയേലിനെ ബാബിലോണിലേക്ക് ബന്ധനസ്ഥനാക്കി കൊണ്ടുപോകുകയും ചെയ്തു. എന്നാൽ രാജാവിന്റെ വിഭവസമൃദ്ധമായ ഭക്ഷണം കൊണ്ടോ അവൻ കുടിച്ചിരുന്ന വീഞ്ഞുകൊണ്ടോ മലിനനാവുകയില്ലെന്ന് ദാനിയേൽ നിശ്ചയിച്ചു. ദൈവാത്മാവിന്റെ ശക്തമായ ആവാസം അവന്റെ മേൽ ഉണ്ടായി. പരിശുദ്ധാത്മ ജ്ഞാനത്താൽ പൂരിതനായ ദാനിയേലിന് എല്ലാ വിദ്യകളിലും വിജ്ഞാനത്തിലും ദൈവം അറിവും സാമർഥ്യവും നൽകി. സകലവിധ ദർശനങ്ങളും സ്വപ്നങ്ങളും വ്യാഖ്യാനിക്കാൻ ദാനിയേലിന് കഴിഞ്ഞിരുന്നു. തനിക്കുണ്ടായ ഉയർച്ചകളിലും സ്ഥാനമാനങ്ങളിലും ദാനിയേൽ ദൈവത്തോടുള്ള വിശ്വസ്തതയിൽ കോട്ടം വരുത്തിയില്ല. അവന്റെ വൈദഗ്ധ്യവും ജ്ഞാനവും ഗ്രഹിച്ച് ബാബിലോൺ കൊട്ടാരത്തിലുള്ളവർ സാക്ഷ്യപ്പെടുത്തി, വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുള്ള ഒരുവൻ ഈ രാജ്യത്തുണ്ട്, തെളിഞ്ഞ ജ്ഞാനവും അറിവും അവനിൽ ഉണ്ട്. രാജാവിനെ ആരാധിക്കാനുള്ള രാജകൽപ്പനയെ അനുസരിക്കാതെ ദാനിയേൽ തന്റെ പൂർവികരുടെ പാരമ്പര്യങ്ങളും ദൈവവിശ്വാസവും മുറുകെ പിടിച്ചു. അവനിലെ ദൈവിക ചൈതന്യം അവനെ സിംഹങ്ങളുടെ വായിൽ നിന്ന് രക്ഷിച്ചു. അസാധാരണമായ ബുദ്ധിയും വിജ്ഞാനവും സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കാനും ഗൂഢമായവ വിശദീകരിക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ട അറിവും ദൈവാത്മാവ് അവന് നൽകി. യുഗാന്തത്തെപ്പറ്റിയുള്ള ഏറ്റവും നിഗൂഢമായ പ്രവചനങ്ങൾ ദൈവാത്മാവ് ദാനിയേലിലൂടെ വെളിപ്പെടുത്തി. പ്രകൃതിയുടെ ചലനങ്ങളിൽ വരെ മാറ്റങ്ങൾ വരുത്താൻ ദൈവാത്മാവ് ശക്തമായി ഉപയോഗിച്ച പ്രവാചകനായിരുന്നു ഏശയ്യ. ഹെസക്കിയ രാജാവിനെ ദൈവമാർഗത്തിൽ ഉറച്ചു നിർത്തുവാനായി പരിശുദ്ധാത്മാവിന്റെ മാർഗനിർദ്ദേശങ്ങൾ അറിയിച്ച ഏശയ്യ വഴി ദൈവം ഇസ്രായേലിനെ ആ നാളുകളിൽ അത്ഭുതകരമായി പരിപാലിച്ചു. BC 8-ാം നൂറ്റാണ്ടിന്റെ പകുതിയിൽ ഇസ്രായേലിൽ ശക്തമായ ദൈവാത്മ നടത്തിപ്പിനാൽ പ്രവാചക ദൗത്യം നിറവേറ്റിയ വ്യക്തിയായിരുന്നു ഏശയ്യ. പ്രതിസന്ധികളിൽ സഹായം തേടി മനുഷ്യരെ ആശ്രയിക്കരുതെന്നും ചരിത്ര നിയന്താവായ ദൈവത്തിൽ ഉറച്ചു വിശ്വസിക്കുകയും ധൈര്യം അവലംബിക്കുകയും ചെയ്യണമെന്നും ദൈവാത്മാവ് ഏശയ്യയിലൂടെ ജനത്തിന് സന്ദേശങ്ങൾ നൽകി. ഹെസക്കിയ രാജാവ് ദൈവത്തിന് പ്രീതികരമായവ പ്രവർത്തിക്കാൻ ദൈവാത്മാവ് ഏശയ്യയെ ഉപകരണമാക്കി. ഏശയ്യ പ്രവാചകന്റെ ദൈവാത്മാവിനാൽ പ്രേരിതമായ പ്രബോധനങ്ങളാൽ ഹെസക്കിയ തന്റെ പിതാവായ ദാവീദിന്റെ മാർഗത്തിൽ ഉറച്ചുനിന്നു. അസീറിയക്കാർ രാജ്യത്തെ ആക്രമിക്കാൻ വന്നപ്പോൾ ഏശയ്യ പ്രവാചകന്റെ ആഹ്വാനപ്രകാരം ഹെസക്കിയ കൈകൾ ഉയർത്തി കാരുണ്യവാനായ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. O Jehovah, the God of Israel, sitting enthroned above the cherubs, you alone are the true God of all the kingdoms of the earth. Hear all the words that Sennacherib has sent to taunt the living God. കർത്താവ് അസീറിയക്കാരുടെ പാളയം തകർത്തു. അവിടുത്തെ ദൂതൻ അവരെ മായ്ച്ചു കളഞ്ഞു. ആത്മാവിന്റെ ശക്തിയാൽ ഏശയ്യ അവസാന നാളുകൾ ദർശിച്ചു. കാലത്തിന്റെ പൂർണ്ണതയിൽ സംഭവിക്കാനിരുന്ന നിഗൂഢ കാര്യങ്ങൾ ദൈവാത്മാവ് അവന് വെളിപ്പെടുത്തി. അഗ്നി പോലെ തീക്ഷ്ണതയാൽ ദൈവാത്മാവ് കത്തിജ്വലിപ്പിച്ച പ്രവാചകനായിരുന്നു ഏലിയ. അവനിലുണ്ടായിരുന്ന ദൈവിക ചൈതന്യം ഏലീശായിലൂടെ ഇസ്രായേലിൽ തുടരാൻ ദൈവം അനുവദിച്ചു. അത്ഭുത പ്രവൃത്തികളാൽ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന് മഹത്വം നൽകാനായി ദൈവാത്മാവ് ശക്തമായി ഉപയോഗിച്ച പ്രവാചകനായിരുന്നു ഏലിയ. ദൈവത്തെ ധിക്കരിച്ച ജനതയെ ഏലിയായിൽ ഉണ്ടായിരുന്ന ദൈവാത്മാവിന്റെ ചൈതന്യത്താൽ ദൈവം ശാസിച്ചു. അവൻ അവരുടെ മേൽ ക്ഷാമം വരുത്തി. ദൈവാത്മാവിന്റെ പ്രവൃത്തിയാൽ അവൻ ആകാശവാതിലുകൾ അടച്ചു. ഏലിയ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി മരിച്ചവനെ ഉയിർപ്പിച്ചു. ആഗ്നേയാശ്വങ്ങളെ ബന്ധിച്ച രഥത്തിൽ അഗ്നിയുടെ ചുഴലിക്കാറ്റിൽ ഏലിയ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു.
ഏലിയായുടെ ചൈതന്യത്തിന്റെ ഇരട്ടി പങ്കുമായി ഏലീഷ പ്രവാചക ദൗത്യം തുടർന്നു. ഏലിയായേക്കാൾ അത്ഭുതങ്ങൾ ദൈവാത്മാവ് ഏലീഷായിലൂടെ തന്റെ ജനത്തിനു വേണ്ടി പ്രവർത്തിച്ചു. തന്റെ ജനത്തെ വഴി നടത്തുവാനും അവർക്ക് മുന്നറിയിപ്പുകൾ നൽകുവാനുമായി ദൈവം വിവിധ കാലങ്ങളിൽ വിവിധ വ്യക്തികളെ ദൈവാത്മാവിനാൽ അഭിഷേകം ചെയ്തു. ദൈവാത്മാവിനാൽ അവർ പ്രവചിച്ചവയിൽ ഏറെയും കാലത്തിന്റെ തികവിൽ പൂർത്തിയായതായി ചരിത്രവും വിശുദ്ധ ഗ്രന്ഥവും സാക്ഷ്യപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവിനാൽ പ്രേരിതമായി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവചിക്കപ്പെട്ടവ ഇന്നും നമ്മുടെ നാളുകളിൽ നിറവേറുന്നതും നമുക്ക് അജ്ഞാതമല്ല. ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ദാസന്മാരിലൂടെ ലഭിച്ച ദൈവാത്മാവിന്റെ പ്രവർത്തനങ്ങൾ കണ്ടിട്ടും ജനം അനുദപിച്ചില്ല, പാപത്തിൽ നിന്ന് പിന്മാറിയതുമില്ല. This is the word of the Lord. വളരെ കുറച്ചുപേർ ദൈവത്തിന് പ്രീതികരമായി ജീവിച്ചു, മറ്റുള്ളവർ പാപത്തിൽ മുഴുകി. ജെറമ്യ പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്തു, അവിശ്വസ്തരായ മക്കളെ തിരിച്ചുവരുവിൻ, ഞാൻ നിങ്ങളുടെ അവിശ്വസ്തത പരിഹരിക്കാം. എന്നാൽ ദൈവാത്മാവിന്റെ സ്വരം ജനം ഗൗനിച്ചില്ല. ദൈവാത്മാവിന്റെ മുന്നറിയിപ്പ് പ്രകാരം ശത്രുക്കൾ അവരെ കീഴടക്കി. തന്റെ ജനത്തെ ശത്രുക്കൾ അടിമകളായി കൊണ്ടുപോകുന്നതും തന്റെ നഗരം ശൂന്യമാക്കപ്പെട്ടതും ജെറമ്യ തന്റെ കൺമുൻപിൽ ദർശിച്ചു. പഴയ നിയമത്തിൽ പ്രവാചകന്മാരെയും രാജാക്കന്മാരെയും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളെയും മാത്രം പരിശുദ്ധാത്മ അഭിഷേകത്താൽ ചില പ്രത്യേക നിയോഗങ്ങൾക്കായി ദൈവം അഭിഷേകം ചെയ്ത് അനുഗ്രഹിച്ചു. അവസാന നിമിഷങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കുമെന്ന് ജോയേൽ പ്രവാചകനിലൂടെ ദൈവം അരുൾ ചെയ്തു. സമയത്തിന്റെ തികവിൽ ദൈവം തന്റെ വാഗ്ദാനം നിറവേറ്റി. കാലത്തിന്റെ അന്ത്യം വരെ തന്റെ മക്കളോട് കൂടെയായിരിക്കുവാൻ അവിടുന്ന് തന്റെ ആത്മാവിനെ അവർക്ക് നൽകി. രക്ഷാകര ചരിത്രത്തിൽ ഉടനീളമുള്ള പരിശുദ്ധാത്മ പ്രവർത്തനങ്ങളെയും ആദിമസഭയിലെ പരിശുദ്ധാത്മാവിന്റെ ഇടപെടലുകളെയും പറ്റി പ്രതിപാദിക്കുന്ന അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം. പരിശുദ്ധാത്മാവേ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥ, ശക്തരായി തീരാൻ. പരിശുദ്ധാത്മാവേ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥ, ശക്തരായി തീരാൻ. ആത്മസന്തോഷം കൊണ്ട് നിറയ്ക്കണേ പ്രിയരെ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ. ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ, ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ. പരിശുദ്ധാത്മാവേ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥ, ശക്തരായി